ഇന്ത്യയുടെ സ്വകാര്യ റോക്കറ്റ് വിപ്ലവം സ്കൈറൂട്ടിനെ പരിചയപ്പെടുക. ഒരു വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അത്രയും എളുപ്പത്തിൽ ഒരു ഉപഗ്രഹ വിക്ഷേപണം ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാവിയെക്കുറിച്ച് നിങ്ങൾ സങ്കൽപ്പിക്കുക. ഒരു ദേശീയ ഏജൻസിയല്ല, മറിച്ച് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി സ്ഥിരമായി റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ഒരു ഭാവി. ആ ഭാവി ഇനി ശാസ്ത്ര ഫിക്ഷനല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയുടെ സ്വകാര്യ റോക്കറ്റ് വിപ്ലവം സ്കൈറൂട്ടിനെ പരിചയപ്പെടുക. ലഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചരിത്രപരമായ മാറ്റത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നവരെ പുനർനിർവചിക്കാനുള്ള അഭിനിവേശത്തിൽ നിന്നും, കഴിവിൽ നിന്നും, ഒരു സ്വപ്നത്തിൽ നിന്നും പിറന്ന സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ പരിചയപ്പെടുക. സ്കൈറൂട്ട് സ്ഥാപിച്ചത് സർക്കാർ ബഹിരാകാശ ഏജൻസിയിലെ മുൻ എഞ്ചിനീയർമാരാണ്. എന്നാൽ അവർക്കൊരു വേറിട്ട കാഴ്ചപ്പാടുണ്ടായിരുന്നു: ബഹിരാകാശ വിക്ഷേപണങ്ങളെ ഒരു വാണിജ്യപരവും വ്യാപിപ്പിക്കാവുന്നതും താങ്ങാനാവുന്നതുമായ സേവനമാക്കി മാറ്റുക. ഇത് എന്തിനാണ് പ്രാധാന്യം അർഹിക്കുന്നത്? കാരണം അടുത്ത കാലം വരെ ഇന്ത്യയിൽ സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ആ യുഗം അവസാനിക്കുകയാണ്. 2022 നവംബറിൽ സ്കൈറൂട്ട് ചരിത്രം സൃഷ്ടിച്ചു. അവരുടെ വിക്രമെസ് റോക്കറ്റ് ഒരു ഓർബിറ്റൽ വിക്ഷേപണത്തിലൂടെ കുതിച്ചുയർന്നു. ഇതോടെ ബഹിരാകാശത്ത് എത്തുന്ന ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനിയുടെ ആദ്യത്തെ റോക്കറ്റായി അത് മാറി. ആ വിക്ഷേപണം ഒരു സാങ്കേതിക നേട്ടം എന്നതിലുപരി ഒരു പ്രഖ്യാപനമായിരുന്നു: സ്വകാര്യ ഇന്ത്യൻ കളിക്കാർക്ക് റോക്കറ്റുകൾ നിർമ്മിക്കാനും അയക്കാനും കഴിയും. ഇന്ത്യയിലെ ഒരു പുതിയ ബഹിരാകാശ യുഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്കൈറൂട്ട് ഓർബിറ്റൽ വിക്ഷേപണത്തിൽ മാത്രം ഒതുങ്ങിയില്ല. 2025 നവംബർ 27 അവർ തങ്ങളുടെ ഏറ്റവും വലിയ കാൽവയ്പ് അനാവരണം ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യമായി വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ വിക്രം-ന്റെ അനാച്ഛാദനം. അതിനെ പിന്തുണയ്ക്കുന്നതിനായി അവർ ഹൈദരാബാദിൽ ഒരു വലിയ സൗകര്യം തുറന്നു: ഇൻഫിനിറ്റി കാമ്പസ്. 200,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള റോക്കറ്റ് നിർമ്മാണ, സംയോജന, പരീക്ഷണ കേന്ദ്രമാണിത്. അതെ, പ്രതിമാസം ഒരു റോക്കറ്റ്. അതിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക. വിക്രം ഒരു സാധാരണ റോക്കറ്റല്ല. ഭാരം കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് നൂതനമായ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു. ഇത് ഭാരം കുറഞ്ഞതും വേഗതയേറിയതും ചെലവ് കുറഞ്ഞതുമാക്കുന്നു. ഇതിന്റെ എഞ്ചിനുകളും സിസ്റ്റങ്ങളും ഭാഗികമായി 3D പ്രിന്റ് ചെയ്തതാണ്. കമ്പനി അത്യാധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നു. ഈ റോക്കറ്റിന് പിന്നിൽ സ്വപ്നങ്ങളെ ഹാർഡ്വെയറാക്കി മാറ്റുന്ന യുവ എഞ്ചിനീയർമാരുടെയും കണ്ടുപിടുത്തക്കാരുടെയും ഒരു ടീമുണ്ട്. അത് പലർക്കും ശാസ്ത്ര ഫിക്ഷനേക്കാൾ പ്രചോദനകരമാണ്. എന്നാൽ സ്കൈറൂട്ടിന്റെ വിജയം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയിലുടനീളം സ്വകാര്യ ബഹിരാകാശ ആവാസവ്യവസ്ഥ അതിവേഗം വളരുകയാണ്. ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഇപ്പോൾ നൂറുകണക്കിന് കമ്പനികളാണ് റോക്കറ്റുകളിലും ഉപഗ്രഹങ്ങളിലും വിക്ഷേപണ സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്നത്. കാഴ്ചപ്പാട് വളരെ വലുതാണ്. 2023 മുതൽ 2030 വരെ ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വിപണി ഏകദേശം 26% മേയെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിൽ വളരുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. സർക്കാർ വിക്ഷേപണങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യത്തിന് ഇത് ഒരു വിപ്ലവമാണ്. കൂടുതൽ വിക്ഷേപണങ്ങൾ, കൂടുതൽ ഉപഗ്രഹങ്ങൾ, കൂടുതൽ ജോലികൾ, കൂടുതൽ പ്രവേശനം. ഇത് ഇന്ത്യയെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള താങ്ങാനാവുന്നതും വിശ്വസനീയവുമായ വിക്ഷേപണങ്ങളോടെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾക്കും കമ്പനികൾക്കും, പ്രത്യേകിച്ച് വികസ്വര മേഖലകളിലുള്ളവർക്ക്, തങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഒരു പുതിയ, ചെലവ് കുറഞ്ഞ മാർഗം ലഭിച്ചേക്കാം. $30 ബില്യൺ വരുന്ന ആഗോള വിക്ഷേപണ വിപണിയിൽ കടന്നുകയറാനാണ് സ്കൈറൂട്ട് ലക്ഷ്യമിടുന്നത്. എല്ലാം നന്നായി പോവുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ക്ലയന്റുകൾക്കായി ഇന്ത്യയിൽ നിന്ന് പ്രതിമാസ റോക്കറ്റ് വിക്ഷേപണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും.